ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എമ്പുരാൻ എന്ന സിനിമയെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, എമ്പുരാൻ എന്ന സിനിമയുടെ റിലീസിങ്ങിനോടനുബന്ധിച്ച് ഒത്തിരി പ്രശ്നങ്ങളും ന്യൂസുകളും ഒക്കെ നമ്മൾ കണ്ടു. ലാസ്റ്റ് ഇന്നലെ, അതായത് ശനിയാഴ്ച മാർച്ച് 15-ാം തീയതിയോട് അടുത്ത് ഗോകുലം മൂവീസ് ആ സിനിമ ഏറ്റെടുത്തു. കേരളത്തിൽ റിലീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ സംഭവം ലൈക്ക ആയിരുന്നു ഈ സിനിമ ആദ്യം നമ്മൾ പാർട്ണർഷിപ്പിൽ വന്നിരുന്നത്. അവസാന ഘട്ടത്തിൽ ലൈക്ക പിന്മാറി. അപ്പോൾ എന്തുകൊണ്ടാണ് ലൈക്ക ഈ പടം ഏറ്റെടുത്തത്, എന്തുകൊണ്ടാണ് ലൈക്ക പിന്മാറിയത്, എന്താണ് ഇതിനൊരു അപ്ഡേഷൻ ഇത്ര നാൾ ഉണ്ടായിരുന്നില്ല എന്നതിനെപ്പറ്റിയാണ് സംസാരം. അപ്പോൾ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനെപ്പറ്റിയാണ്. ആദ്യം തന്നെ നമുക്ക് ലൈക്കയെ പറ്റി പറയാം. ലൈക്ക എന്ന് പറയുന്നത് ഒരു ശ്രീലങ്കൻ ബേസ്ഡ് ഒരു കമ്പനിയാണ്. അവർക്ക് കൂടുതലും ശ്രീലങ്ക ടൂറിസ്റ്റ് മേഖലയിലും അവിടുത്തെ OTT പ്ലാറ്റ്ഫോം, അങ്ങനത്തെ എൻ്റർടൈൻമെൻറ്റ്സ് അവർക്ക് ഒത്തിരി കമ്പനികളുണ്ട്. UK അവർക്ക് ലൈക്ക മൊബൈൽസ് എന്ന് പറയുന്നൊരു മൊബൈൽ സ്ഥാപനമുണ്ട്. നമ്മുടെ റിലയൻസ്, എയർടെൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ലോകമെമ്പാടും അവർക്ക് അത്യാവശ്യം ബിസിനസ്സൊക്കെ ഉള്ളൊരു ഒരു ടീമാണ്. 2012-13 കാലഘട്ടത്തിലാണ് അവർ സിനിമ ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത്. തമിഴ് സിനിമകളിലോട്ട് ഒത്തിരി നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച ഒരു ടീമാണ്. പക്ഷേ അവിചാരിതമെന്ന് പറയുന്ന പോലെ അവസാനത്തെ കുറച്ച് ബിഗ് ബജറ്റ് സിനിമകൾ അവർക്ക് വളരെ പരാജയമായിപ്പോയി. അതിന് തുടക്കം കുറച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യന്ത്രൻ 2.0 ആ പടം വളരെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി. ലാസ്റ്റ് ഇറങ്ങിയ അജിത്തിൻ്റെ ഒരു മൂവിയും അവർക്ക് വളരെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി. ഏകദേശം ഇപ്പോൾ ലൈക്ക കമ്പനി 5000 കോടിക്ക് മുകളിൽ കടബാധ്യത ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ അത് എല്ലാ ബിസിനസ് കമ്പനികൾക്കും ഉള്ള പോലെ തന്നെയാണ് അവർക്കും ഒരു സാമ്പത്തിക നഷ്ടം. അത് അവരെ കൊണ്ട് കിട്ടുന്ന കാര്യമുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ഇവർ എമ്പുരാൻ എന്ന മൂവിയിൽ നിന്ന് പിന്മാറി എന്നാണ് നമുക്ക് അറിയേണ്ടത്. എമ്പുരാൻ എന്ന മൂവി പിന്മാറാൻ കാരണം, ഇവർക്ക് തമിഴ്നാട്ടിൽ കുറച്ച് സിനിമ റിലീസായി പരാജയം വന്നപ്പം അവർക്ക് തമിഴ്നാട്ടിൽ ഒത്തിരി ബാധ്യതകൾ വന്നു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ തിയേറ്ററുകൾ കേരളത്തിലെ തിയേറ്ററുകൾ പോലെയല്ല, അവിടെ ഇഷ്ടംപോലെ തിയേറ്ററുണ്ട്. അപ്പോൾ ആ തിയേറ്ററുകളിലൊക്കെ ഒത്തിരി പൈസ അവർക്ക് പേയ്മെൻറ്റൊക്കെ കൊടുക്കാനുണ്ട്. ആ പേയ്മെൻറ്റ് ക്ലിയർ ആക്കാതെ എമ്പുരാൻ റിലീസ് ചെയ്യാൻ ഒക്കില്ല എന്നാണ് തിയേറ്റർ ഉടമകളൊക്കെ ഇവരോട് പറഞ്ഞത്. പക്ഷേ അതൊന്നും വലിയ സംഭവമുള്ള കാര്യമില്ല. അതൊക്കെ ഇറക്കി തരാം എന്നാണ് തന്നെ ഇവർ പറഞ്ഞത്. പക്ഷേ ഇവരെ ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെയും പോരാത്തതിന് പല അനൗൺസ് ചെയ്ത പടങ്ങൾ പോലും, അതായത് തമിഴിലെ സൂപ്പർ സ്റ്റാറായ വിജയുടെ മകനെ വെച്ച് ഒരു സിനിമ അനൗൺസ് ചെയ്തത്, മകൻ സംവിധാനം ചെയ്ത ആ പടം 1-1.5 വർഷം മുമ്പായിട്ട് അനൗൺസ് ചെയ്ത് അതിനെപ്പറ്റി ഒരു അപ്ഡേഷനും ഇപ്പോൾ ഇല്ല. അങ്ങനെ കുറേയേറെ പടങ്ങൾ അനൗൺസ് ചെയ്തിട്ട് ഡ്രോപ്പായി വിട്ടിട്ടുണ്ട്. കാര്യം സാമ്പത്തിക ബാധ്യതയാണെന്ന് പലക്കെ ഒരു സംസാരം ഉണ്ടായപ്പം അവർക്ക് പല പ്രോജക്റ്റുകൾ ഉപേക്ഷിക്കേണ്ടി വന്നു. അവരുടെ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലും കുറച്ച് പടങ്ങളൊക്കെ ഫ്ലോപ്പായി. കുറച്ചല്ല, ഏറെ പടങ്ങൾ അവർക്ക് ഫ്ലോപ്പായി. അപ്പോൾ ഏകദേശം 70 കോടി 75 കോടി രൂപയ്ക്കാണ് എമ്പുരാൻ ഇവർ ഷെയർ കൊടുത്തിരുന്നത്. ഏകദേശം നേരെ പകുതിയെന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവർക്ക് ഈ പടത്തിൻ്റെ റൈറ്റ്സുകൾ, അതായത് എമ്പുരാൻ എന്ന സിനിമയുടെ റൈറ്റ്സുകളും മറ്റു സംസ്ഥാനങ്ങളിലോട്ടുള്ള ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ഇവർ വൻ തുകയാണ് ചോദിക്കുന്നത്. അപ്പം ആ തുക കിട്ടാത്തത് കൊണ്ട് ഇവർ റിലീസിംഗ് ഡേറ്റ് ഇച്ചിരി മാറ്റാൻ സാധ്യത ഉണ്ടായിരുന്നു. ഉദാഹരണം, ഇതിൻ്റെ പാട്ടുകളുടെ റൈറ്റ്സ് ഇതിൻ്റെ കേരളത്തിലും തമിഴ്നാട്ടിലും മറ്റു സംസ്ഥാനങ്ങൾ, ഇപ്പം ഇന്ന് ഞായറാഴ്ച, ഇന്നാണ് നോർത്ത് ഇന്ത്യയിലോട്ട് ബിസിനസ് സെയിലായത്. നോർത്ത് ഇന്ത്യയിൽ ബിസിനസ്മാനും ഒക്കെയാണ് ആ പടം എടുത്തിരിക്കുന്നത്. അപ്പം ഇന്നാണ് അതിൻ്റെ ANA എന്നാണ് തോന്നുന്നത് ഫിലിം കമ്പനിയുടെ പേര്, അവരാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യക്ക് വെളിയിലോട്ടും ഒക്കെ ഇത്ര നാളുമായിട്ട് ആവാത്ത സാധനങ്ങൾ ഈ ലൈക്കയിൽ നിന്ന് പിന്മാറിയ ശേഷമാണ് ഇവർക്ക് കിട്ടിയത്. ഇനിയാണ് പടത്തിൻ്റെ ബിസിനസ്സുകളൊക്കെ നടക്കുന്നത്. പടം 100% വിജയിക്കുന്ന ഒരു പടം തന്നെയാണ്. കാരണം ആ പടത്തിൻ്റെ ഇപ്പോൾ 150 കോടി ബഡ്ജറ്റ് ആണെങ്കിൽ സുഖമായിട്ട് ഒരു 1.5 ആഴ്ച കൊണ്ട് തന്നെ ആ തുക അവർക്ക് കിട്ടാവുന്ന കാര്യമുള്ളൂ. പടം നല്ല പടം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ഇഷ്യൂ ഉണ്ടായത് ഇങ്ങനെ തന്നെയാണ്. ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറി. ഇനി അങ്ങോട്ട് ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. കാര്യം ഈ ഒരു സിനിമ അവർ മാറി എന്ന് സിനിമാ വൃത്തങ്ങൾ ഓൾ ഇന്ത്യ ലെവലിൽ ചർച്ച വന്നതിന് ശേഷം, ഇപ്പം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഓൾ ഇന്ത്യ ലെവലിൽ നല്ല ചർച്ച വന്നൊരു സിനിമയായിരുന്നു. അപ്പോൾ സിനിമയുടെ പാർട്ണർ വിട്ടു എന്ന് പറയുന്നതിന് കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇനിയിപ്പോൾ ലൈക്ക പ്രൊഡക്ഷൻ്റെ ഭാവി എന്താണെന്ന് പറയാനൊക്കത്തില്ല. അവർക്ക് ഇപ്പോഴും കുറച്ച് റണ്ണിങ് പടങ്ങളുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളും അവരുടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവരുടെ പല ബിസിനസ്സുകളുടെയും ഷെയറുകളൊക്കെ ഇനി കുറയാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ അകത്ത് ഒരു പ്രസ്ഥാനം പരാജയപ്പെട്ട് അല്ലെങ്കിൽ ഇൻകം കുറഞ്ഞു എന്നറിയുമ്പം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഒരു ചെറിയ ഡൗട്ടുകൾ വരും. അപ്പം ഇനിയുള്ള കാര്യം എന്താണെന്ന് അറിയില്ല. ഏതായാലും നമ്മുടെ എമ്പുരാൻ ഗോകുലം മൂവീസ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഗോകുലം മൂവീസ് നല്ലൊരു ബാനറാണ്. അത്യാവശ്യം നല്ല ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല സിനിമകൾക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിനും അതുപോലെ റിട്ടേൺ കിട്ടുന്ന ഒരു കമ്പനിയാണ്. എനിവേ നമുക്കിനി മാർച്ച് 27-ാം തീയതി തന്നെ റിലീസിങ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എമ്പുരാൻ നല്ലൊരു വിജയം ആശംസിക്കുകയാണ്. പടം നല്ല രീതിക്ക് മുന്നോട്ട് പോകട്ടെന്നും ആശംസിക്കുകയാണ്. ലൈക്ക കമ്പനി ആയിട്ട് ഇനിയിപ്പോൾ ഒരു കാരണവശാലും മലയാള സിനിമകൾ കൈകോർക്കത്തില്ല, പ്രത്യേകിച്ച് ആശീർവാദ് എന്ന് പറയുന്ന വൻപൻ ബ്രാൻഡ്. എനിവേ എല്ലാവർക്കും ഈ ഒരു കാര്യം, എൻ്റെ വീഡിയോ കണ്ടതിൽ സന്തോഷം.